ഡിഡ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ശ്രീലങ്കയിൽ 123 പേർ മരിക്കുകയും 130 പേരെ കാണാതാവുകയും ചെയ്തതായി ദുരന്ത നിവാരണ കേന്ദ്രം അറിയിച്ചു. ഒരാഴ്ചയായി ശ്രീലങ്കയിൽ അനുഭവപ്പെടുന്ന കനത്ത മഴയിൽ വീടുകൾ നശിച്ചതിനെ തുടർന്ന് 43,995 പേരെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും ഡയറക്ടർ ജനറൽ സമ്പത്ത് കൊട്ടുവൊഗോഡയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചുഴലിക്കാറ്റ് ബുധനാഴ്ചയാണ് കര തൊട്ടതെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ തിങ്കളാഴ്ച മുതൽ അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും നിരവധി പേരെയാണ് ഇതിനോടകം തന്നെ കാണാതായി മാറിയിരിക്കുന്നത്. കെലാനി നദി വെള്ളിയാഴ്ച കര കവിഞ്ഞൊഴുകിയ അവസ്ഥയായിരുന്നു. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും ഡിഡ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം മൂലം വടക്കൻ ഭാഗങ്ങളിൽ മഴ ഇപ്പോഴും തുടരുന്ന അവസ്ഥയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ശ്രീലങ്കൻ സർക്കാർ രാജ്യത്തുടനീളം സായുധ സേനയെ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ട്. സൈനിക ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ച് ഒറ്റപ്പെട്ടുപോയ താമസക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്.